ആക്ഷൻ. ഹലോ ഗായ്സ്, തക്കുടു ഫാമിലി വ്ളോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവൻ പറയും. ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവൻ പറയും. ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മിനി വ്ളോഗായിരുന്നു. അപ്പോൾ ആ വീഡിയോ തീർന്നിരിക്കുകയാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. അബു കണ്ടന്റ് ഇല്ലാതാടാ പുല്ല വീഡിയോ എടുക്കണ. ഇപ്പൊ എന്റെ അടുത്ത് ചോദിക്കണേ, മര്യാദയ്ക്ക് അകത്തിരുന്ന് അപ്പം മുട്ടയും കയറ്റിക്കൊണ്ടിരുന്ന എന്നെ വീഡിയോ എടുക്കാൻ വിളിച്ചിട്ട് മുട്ട ഉണ്ടായിരുന്നോ? ഓ, എനിക്ക് കിട്ടിയില്ലല്ല അമ്മ. ഇനിയിപ്പോ പോണ്ട, അത് കിട്ടൂല. എന്ത്? അത് ഞാൻ തിന്നു. മുട്ടയില്ല, കണ്ടന്റും ഇല്ല. കണ്ടന്റ് കിട്ടണമെങ്കിലേ തല പുകഞ്ഞ് ആലോചിക്കണം. എനിക്ക് നമുക്ക് പുകച്ചാല. ഓ, അച്ഛന്റെ പോക്കറ്റിൽ സാധനമുണ്ട്. ഇന്നലെ രാത്രി അത് വെച്ചല്ലേ ഞാൻ ബാത്റൂമിൽ കയറുന്നത് പുകച്ചത്. ഞാൻ പറയുന്നത് കുമിച്ചാൻ പുകയണ കാര്യമാണ്. അതായിരുന്നു. നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താലാടാ. ഡേ മൊത്തം ബെഡിൽ കിടക്കണം. നമുക്ക് എന്ത് ഡേ ഇൻ മൈ ലൈഫ് ഇടാ? എങ്കിൽ പിന്നെ നമുക്ക് മറ്റേ തന്നെ കൊടുക്കാം, ഹോം ടൂർ. 112. ഇതും കൂടെ ചേർത്ത് 112ാമത്തെ ഹോം ടൂറാണ് നമ്മൾ ഇറക്കാൻ പോണ. നീ എന്തിനാ ആൾക്കാർക്ക് ഇമ്പോസിഷൻ കൊടുക്കണ? ഈ വീടിന്റെ മുക്കും മൂലയന്മാർക്ക് കാണാപ്പാടമാണ്. ഇനിയിപ്പോ എന്നാ ഒന്നും നോക്കാനില്ല, നമുക്ക് അൺബോക്സ് വീഡിയോ ചെയ്യാം. എന്ത് അൺബോക്സ് ചെയ്യും? ഇന്നലെ അച്ഛൻ വാങ്ങിച്ചുകൊണ്ടെന്ന് വെട്ടുകേക്കൊണ്ട് അതിന്റെ കവർ പൊട്ടിച്ച് അൺബോക്സ് ചെയ്യാം. ഇങ്ങനെയാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ ബോക്സിലാക്കും. വജ്രായുധം കിട്ടി, പ്രഗ്നൻസി റിവീൽ. അതിന് ആര് പ്രഗ്നന്റ്? നീ ഗർഭശ്രീമാൻ ജിത്തു ഫൈനലി പ്രഗ്നന്റ്. ഇനി ഞാൻ ബലൂണും കൂടെ വയറ്റിന്റെ അകത്ത് കയറ്റി പെരുപ്പിച്ചോണ്ട് വരാ. തമ്മിൽ അതായാലും മതി. ചുമ്മാ പറഞ്ഞ ചിലപ്പോ നിവർത്തിയില്ലെങ്കിൽ ഞാൻ ചെയ്തളായി. ഫോണും കൊണ്ട് ഇറങ്ങിയല്ല, കോപ്രായങ്ങളെ കാണിക്കാൻ തുടങ്ങിയല്ലേ. എന്തായാലും അച്ഛന്റെ മൂളിലെ പാട്ടിനേക്കാളും കൊള്ളാം. എന്റെ പാട്ടിന് എന്താ കുഴപ്പം? മൂളിലൊരു പാട്ട് പാടി അപ്ലോഡ് ചെയ്താലേ ആയിരക്കണക്കിന് കമന്റാണ് എന്റെ പാട്ടിൽ പറഞ്ഞത്, അറിയാമോ? ആരെങ്കിലും അടി വന്ന് 1000 കമന്റ് ചെയ്ത് കാണും, അതായിരിക്കും 1000 കമന്റ്. പാപ്പിളി ചെറുക്കന്മാരെ, ഇത് നിങ്ങളെ ചൊക്ലി പരിപാടിയല്ല, ശ്രുതിയും സംഗതി ശരണമൊക്കെ വെച്ചുള്ള ഒരു പരിപാടിയാണ് വലിയ. ഇതൊക്കെ പാടാൻ അറിയാനുള്ളവർക്ക് പറയാം. ഇതൊന്നും ഇല്ലാത്ത അച്ഛൻ എന്തിനാണ് കിടന്ന് പറയണത്? വെള്ളിയുടെ അയ്യരി കളി. നിന്റെ അടുത്ത് കൂടുതൽ നിന്ന് സംസാരിച്ചാലേ എന്റെ നാക്ക് എന്നെ ചാടി ചവിട്ടും. നമുക്ക് ഒന്നേ പറയാനുള്ളൂ, അച്ഛൻ നമ്മളെ വീഡിയോ കളിയാക്കി അച്ഛനെ പിടിച്ച് സമാധിയാക്കിയിട്ടേ നമ്മളെ വ്ളോഗ് ഇട്ടുകളായി. വാപ്പിളിമുക്ക് രഘുസ്വാമി സമാധി ദിനം. നിങ്ങളിങ്ങനെ കറങ്ങി അടിച്ച് നടക്കി. നമ്മളിവിടെ കണ്ടന്റ് കിട്ടാൻ നെട്ടോട്ടം ഉണ്ട്. നിങ്ങൾക്ക് എന്തിനാ അറിയണം? നിനക്കൊക്കെ കണ്ടന്റ് കിട്ടാത്തതിന് ഞാൻ എന്തിനു പഠിച്ചടാ? ഈ മാസം യൂട്യൂബിന്റെ റവന്യൂ ജനറേറ്റ് ആവും എന്നാര് പറഞ്ഞു? ഞാൻ പറഞ്ഞു, ഒരു ചില്ലി പൈസ നിങ്ങൾക്ക് തരൂല. ഇനിയിപ്പോ എന്റെ കുറ്റാണോ എന്തോ. ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗായ്സ്, ആദ്യം തന്നെ പറയാനുള്ളത്, ഈ വീഡിയോ ആരെങ്കിലും 18 വയസ്സിന് മുകളിലുള്ളവരോ താഴെയുള്ളവരോ കാണുന്നുണ്ടെങ്കിൽ അവർ കാണാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ ആരും കാണൂല. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, കാണണം പക്ഷെ കാണാതിരിക്കുക. എന്നു വെച്ചാൽ അതികഠിനമായ അതിക്രൂരമായ ഒരു ചലഞ്ച് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതും 24 hours ലൈവ് ചലഞ്ച്. അതെന്തെന്ന് വെച്ചാൽ നമ്മൾ 24 മണിക്ക് മുമ്പ് ഈ കാറിൽ തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കാരണവശാലും എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെയാണ് നടന്നാലും ഈ കാറിൽ നമ്മൾ ഇന്ന് ഇറങ്ങുന്നതല്ല. അപ്പോ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ്. ലൈവ് ആണ് ചലഞ്ച്. 3, 2, 1 ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. തക്കുടു ഫാമിലി വ്ളോഗ്സ്, കം ഓൺ ഗയ്സ്. എടാ, എനിക്ക് പെടുക്കാൻ മുട്ടണ്. എന്തായിരുന്നു? എനിക്ക് മുള്ളാൻ മുട്ടണെന്ന്. അതൊന്നും പറഞ്ഞാൽ പറ്റൂല, ചലഞ്ച് വെള്ളത്തിലാവും. എന്നെ ഇപ്പൊ പുറത്തിറക്കി വിട്ടില്ലെങ്കിലേ ഈ കാർ മൊത്തത്തിൽ വെള്ളത്തിലാവും. ലൈവും പോയിക്കൊണ്ടിരിക്കണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ ക്യാമറ ഇടത്തേ വശം ചലിക്കാമേ. അപ്പോഴേക്ക് നീ ഇടത്തേ വശത്തെ ഡോറിൽ കൂടെ ഇറങ്ങി പെടുത്തിട്ട് തിരിച്ച് കയറി വരണം. ഇടത്തേ വശത്തൂടെ തന്നെ കയറി വരണേടാ. പോ ഗായ്സ്. അപ്പോ അതികഠിനമായ ചൂടാണ് ഗായ്സ്, കാറിന്റെ അകത്ത് പൊള്ളുന്ന ചൂടാണ് ഗായ്സ്. ഇതൊക്കെ ചെയ്യുന്നത് ലൈക്കിനോ ഷെയറിനോ വ്യൂസിനോ ഒന്നിനോ അല്ല, കഷ്ടപ്പാട് കാണിക്കാൻ വേണ്ടി, പാവപ്പെട്ടവരുടെ കഷ്ടപ്പാട് കാണിച്ചു തരാൻ വേണ്ടിയാണ്. എന്നാൽ കൂടി നിങ്ങൾക്ക് കിട്ടുന്ന പൈസയൊക്കെ നമുക്ക് കൂടി തരണം, അതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഗൈസ്, ഈ ചലഞ്ച് എന്ന് പറയുന്നത് വളരെ കൂടിയ ഒരു സാധനമാണ്. ലൈവ് എന്തിനാ? നല്ല സൂപ്പറായിട്ട് പോകുന്നുണ്ടാ. നീ ഏത് വശം ഇവിടെ വന്നത്? ഞാൻ ഏത് വശം വഴി പുറത്തു പോയത്? ഗൈസ്, ഡേറ്റ ഉള്ളത് കൊണ്ടാണോ ഡേറ്റ തീർന്നുകൊണ്ടെന്ന് അറിയത്തില്ല, വീഡിയോക്ക് എന്തോ ചെറിയ പിടുത്തം. ലൈവ് ഓഫാക്ക്, ലൈവ് ഓഫാക്ക്. ലൈവ് എന്തായ? ഓ, എന്തായി? പട്ടി. അവസാനം രണ്ടും കൂടി കണ്ടിട്ട് തപ്പി എന്റെ മുന്നിൽ തന്നെ വന്നെത്തി. കാര്യം അച്ഛന്റെ പാട്ട് ബോറാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അച്ഛന്റെ ചിന്താഗതി അധോഗതിയിലാണ്, അത്യുന്നതയിലാണ്. നമ്മള് വീഡിയോസ് ചാനൽ എപ്പോഴിട്ടാലും സബ്സ്ക്രൈബേഴ്സ് ചോദിക്കും, അച്ഛനെവിടെ അച്ഛനെവിടെ എന്ന്. അച്ഛനെവിടെ അച്ഛനെവിടെ എന്നായിരിക്കൂല, അച്ഛൻ വേണ്ട അച്ഛൻ വേണ്ട എന്നായിരിക്കും. അതാരെ? ഉള്ളത് പറയാല്ല, അച്ഛൻ ഒടുക്കത്തെ ഫാൻസാണ്.
അതിന് നിങ്ങൾ എന്നെ അതുവരേക്ക് വീഡിയോയിൽ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടില്ലല്ലേ? ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ തന്നെ എത്രയും ഫാൻസ്, അപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്താലാ? ഓ, ഏത് തരം കണ്ണനാണ് നിങ്ങൾക്ക് വേണ്ടത്? ഞാൻ ഒരു പാട്ട് പാടിയിട്ടല്ല, ആൾക്കാർ പുളകം കൊള്ളട്ടെ. പുളിമാറ് വെട്ടി അടിക്കും. അങ്ങനെയാണെങ്കിൽ കഥാപ്രസംഗം പിടിക്കാം. അങ്ങ് പച്ചപ്പരാതി വിളിച്ചിരുന്ന കൊച്ചു ഗ്രാമത്തിൽ അതായിരിക്കും നമ്മുടെ കഥാനായകൻ രാഹുൽ. അങ്ങനെ ഇരിക്കും. കഥാപ്രസംഗം അവതരിപ്പിക്കുന്നതോടുകൂടി നമ്മുടെ കഥ അവസാനിക്കും. പിന്നെ ഞാൻ എന്തൊരു കാട്ടാനാണ്? അച്ഛൻ പണ്ട് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നൊരു കേട്ടുകേൾവി ഉണ്ടായിരുന്നു, അത് പറ്റൂലേ? നമുക്ക് തംബ്നെയിലും അങ്ങനെ കൊടുക്കാം, മൈ ഡാഡ് ക്രാഫ്റ്റ് ഐഡിയാസ്. അയ്യോ, അത് ഞാൻ അങ്ങ് മറന്നുപോയടാ. ഞാൻ ഒരു സകലകലാ ബല്ലവരായോണ്ടേ എല്ലാ കഴിവും കൂടെ ഓർത്തു വെക്കാനെങ്കിൽ സമയം കിട്ടൂല. അത് മതി, അത് പൊളിക്കും. എന്തരി സകലകല വല്ലഭൻ. ആക്ഷൻ. നമസ്കാരം, എൻ്റെ പേര് രഘു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന ഒരു പാട്ടുകാരനാണ്, കഥാപ്രസംഗകനാണ്, എഴുത്തുകാരനാണ്. എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ച ഒരു സകലകലാ ബല്ലവനാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എൻ്റെ കുട്ടികളുടെ നിർബന്ധപ്രകാരം ഉണ്ടാക്കിക്കൊണ്ടുവന്നത് തത്ത. തത്തേനെ അച്ഛൻ ഉണ്ടാക്കാൻ പോണ? തത്ത അല്ല, തത്തയിരിക്കുന്ന തെങ്ങിന്റെ ഓല ചീകിയെടുത്തുണ്ടാക്കിയ പച്ചില പാമ്പ്. പെടപ്പ് വേണ്ട, ചാടി കൊത്തിക്കളയും. കട്ട്. എന്റെ പാമ്പ് കണ്ട് നിങ്ങൾ ഞെട്ടിയില്ലേ? അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് ചിരട്ടയിൽ ഞാൻ തീർക്കാൻ പോകുന്ന അലങ്കാരപ്പണിയാണ്. ചിരട്ടയിൽ എന്തിനുണ്ടാക്കണ? മിക്കവാറും ചിരട്ട കൊണ്ടുണ്ടാക്കിയ തവിയായിരിക്കും. എനിക്ക് തോന്നണേ ചായ വീണ കപ്പില്ലേ, അതായിരിക്കും. വ്യൂസ് കൊണ്ട് ഞെരിയും നമ്മൾ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ചിരട്ടയിൽ നനവുള്ള മണ്ണ് നിറയ്ക്കുക. മണ്ണെന്തിട്ടാ നിറയ്ക്കണ? ചിലപ്പോ ഏൻഷ്യൻ ടെക്സ്ചർ കിട്ടാനായിരിക്കും. ഓഫ്, അപാരം. മണ്ണ് നിറച്ചതിന് ശേഷം ഇതിനെ ഇങ്ങനെ കമത്തി അടിക്കുക. ദാ ചൂടുള്ള മണ്ണപ്പം റെഡി ആയിട്ടുണ്ട്. കുട്ടികൾ കണ്ടാൽ ഇതെടുത്ത് കഴിക്കുകയൊന്നും ചെയ്യരുത്, എനിക്ക് തന്നെ കൊതിയാവുന്നു. ഇതുണ്ടാക്കാനിടാ ഇത്രയും ബിൽഡപ്പ്? കോമളം, നീ ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. നിനക്ക് ഓർമ്മയുണ്ടോ കുട്ടിക്കാലത്ത് നമ്മൾ ഇതുപോലെ മണ്ണപ്പ ചുട്ട് കളിച്ചത്? മണ്ണപ്പ ചുട്ട് കളിക്കേണ്ട പ്രായം എന്നപ്പം കൂടിയ പെണ്ണല്ലേ. അച്ഛാ, ഈ പിള്ളകളിയല്ലാതെ വേറെ ഒന്നും അറിഞ്ഞൂടെ? വേറെ ഞാൻ ഓലജീവി ചൂലുണ്ടാക്കും, അത് മതിയാ. പിന്നെ ഡബിൾ ഡെക്കർ ബോട്ട് ഉണ്ടാക്കും, അത് മതിയാ. ഡബിൾ ഡെക്കർ ബോട്ടാ? അതെങ്ങനെയാ? 2 സിമ്പിൾ ബോട്ട് ഉണ്ടാക്കിയിട്ടേ ഒരെണ്ണത്തിന് വണ്ടി എടുത്ത് ഒട്ടിച്ച് വെച്ചാൽ മതി, ഡബിൾ ഡെക്കറായി. അച്ഛാ, ഈ ബോട്ടൊക്കെ ഉണ്ടാക്കിയിരിയേ, നമ്മളിതാ പോയിട്ട് വരാം. വാ. മണ്ണപ്പം ഇരിക്കുകയും ചെയ്യണം, എടുത്ത് കഴിച്ചാല. ഇതൊക്കെ എങ്ങനെയാണ് യൂട്യൂബിൽ എടുത്തിടുന്നത്? മണ്ണപ്പം ചുട്ട് കളിക്കണിരുന്ന് എനിക്കറിഞ്ഞൂടേ. ഇതെന്തരി? കഴിച്ചു നോക്ക്. കൊള്ളാല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. കടയിൽ നിന്ന് വാങ്ങിച്ചതാ. ഞാൻ ഉണ്ടാക്കിയത് ജലജിയുടെ ഒരു പരീക്ഷണം. കിട്ടി, കണ്ടന്റ് കിട്ടി. കുക്ക് വിത്ത് ജലു. ആക്ഷൻ. മാന്യ സദസ്സിന് വന്ദനം. നിങ്ങൾ എന്തരമാ പദ്യപാരായണം ചൊല്ലാൻ പോണ? ഹേ ഗൈസ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തായ്ലാന്റിലെ പ്രമുഖ ഷെഫായ ഷുഫാൻഷു ഉണ്ടാക്കി പരാജയപ്പെട്ട ഒരു വിഭവമാണ് ചിക്കനി ചമ്മേലി ചിക്കൻ. അതിനാദ്യം വേണ്ടത് ചിക്കനാണ്. ചിക്കനി ചമ്മേലി ചിക്കന് പിന്നെ ചിക്കൻ അല്ലാതെ അയല വറുത്ത് കൊടുക്കോ? ഇതിന് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് അടുപ്പ് കത്തിക്കണം. അതിന് ഞാൻ ലൈറ്റർ എടുത്തു, കത്തിക്കാൻ പോകുന്നു. നല്ല രാശി. മുഖം കാണിക്കുന്ന മുമ്പേ ഔട്ട് ഓഫ് ഫോക്കസ് ആയല്ലേ? കത്തണില്ലല്ലോ. ഷുഫാൻഷു ഉണ്ടാക്കിയ ചിക്കനി ചമ്മേലി ചിക്കൻ കിട്ടാൻ കുറച്ചു നേരം വൈകും. അസിസ്റ്റന്റ് പോയി നോക്കടേ. പോയി നോക്ക്. ചിക്കനി ചമ്മേലി കിട്ടാൻ ഇനിയും കുറെ കാത്തിരിക്കണം. ഇത് എന്തൊരു കുന്ത്രാണ്ടം! ഇത് എവിടെ നിന്ന് വാങ്ങിച്ചാ? നല്ല നോക്കി വാങ്ങാൻ പറഞ്ഞൂടാ. നീ വലിയ യൂട്യൂബർ ആയിരിക്കാം, പക്ഷെ ഇത് എന്റെ തട്ടക്കോണം അടുക്കള കേട്ടാ. ഇവിടെ ഞാൻ പറയുമ്പോ രാത്രി, ഞാൻ പറയുമ്പോ പകല്. ഹലോ, അടി കൂടാതെ ആരെങ്കിലും പോയി തീപ്പെട്ടി എടുത്ത് കത്തിക്കാൻ നോക്ക്. ഫോണിന്റെ സ്റ്റോറി ആകെ 30 MB കൂടെ തന്നെയുള്ളൂ. തീപ്പെട്ടി എന്റെ കയ്യിലുണ്ട്. കഥക്. മണ്ണപ്പ ചുട്ട് തീർന്ന മക്കളന്മാരെ, എനിക്കൊരു അവസരം തരും. ഒരൊറ്റ തീ കത്തിക്കണത് മാത്രം. അത് പറ്റൂല, ഇത് എന്റെ കുക്കിംഗ് ആണ്, നിങ്ങൾക്ക് അവസരം ഒന്നും തരൂല.
പ്ലീസ് ചലഞ്ച് ഒരൊറ്റ സീൻ ഒരു ക്യാമിയോ. ആ പിന്നെ കത്തിക്ക്. എടാ മക്കളെ, പിന്നെ വീഡിയോയിൽ എന്റെ എൻട്രി ആകുമ്പോഴേ ഒരു പൊട്ടിത്തെറിയിൽ തുടങ്ങാൻ പറ്റുമോ? ഒരു മാസ് ബീജമൊക്കെ ഇട്ട് ആൾക്കാർ കോരി തരിക്കാൻ വേണ്ടി. വാ വാ, എല്ലാണോ കളിച്ചോണ്ട് നിൽക്കാതെ പെട്ടെന്ന് കത്തിച്ചാണ്. ആക്ഷൻ. ദാ കത്തിക്കണം. രഘു സ്റ്റൈൽ കത്തിക്കലാണ്. എന്റെ പേര് മാണിക്കല്ലേ, ഭാഷ മാണിക് ഭാഷ. സാറിനോടൊപ്പം പടക്കം പൊട്ടിച്ച എന്റെ ചിക്കനി ചമ്മേലി ചിക്കൻ. അച്ഛാ മക്കളെ, ഇൻട്രോ മാത്രമല്ല ബ്ലാസ്റ്റ് ഇടാൻ പറഞ്ഞോളൂ, വീഡിയോ മൊത്തം ബ്ലാസ്റ്റ് ആക്കി ഇടാ നീ. ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൂ.